നമസ്കാരം. എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ദ ഫൈനൽ വിസിലേക്ക് സ്വാഗതം. അങ്ങനെ മിനി ഓപ്ഷൻ അവസാനിച്ചു. എല്ലാ ടീമും അവർക്ക് വേണ്ട പ്ലെയേഴ്സിനെ എത്തിച്ചു കഴിഞ്ഞു. ഈ മിനി ഓപ്ഷൻ കൂടി അവസാനിച്ചപ്പോൾ ഏത് ടീമാണ് ഏറ്റവും സ്ട്രോങ്, ഏത് ടീമാണ് നിലവിൽ വീക്ക്, അങ്ങനെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു ചെന്നൈ ആരാധകൻ എന്ന നിലയ്ക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മിനി ഓപ്ഷന് മുന്നേ ചെന്നൈക്ക് ഏതൊക്കെ ഗ്യാപ്പായിരുന്നു ഫില്ല് ചെയ്യേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്രേഡ് വഴി സഞ്ജു സാംസണെ ടീമിലെത്തിച്ചതുകൊണ്ട് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര സ്ട്രോങ് ആണ്. നമുക്കൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ വേണം. പിന്നെ ഒരു ഫിനിഷർ റോളിലേക്ക് കൂടി ഒരാളെ വേണം. കാരണം ധോണി 1-2 സീസൺ കൂടി മാത്രമേ കളിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനിഷറെ ആവശ്യമുണ്ട്. പിന്നെ ട്രേഡ് വഴി രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ഒരു സ്പിൻ ഓൾറൗണ്ടറെ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ഒരാളെ കിട്ടാൻ പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതൊരു മിനി ഓപ്ഷൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓൾറൗണ്ടറെ നമുക്ക് പകരം കിട്ടില്ല. പക്ഷേ നമുക്കൊരു സ്പിന്നിങ് ഓൾറൗണ്ടറെ അത്യാവശ്യമാണ് ഫ്യൂച്ചറിലേക്കും. പിന്നെ മതീഷ പദ്രാനെ റിലീസ് ചെയ്തുകൊണ്ട് ഡെത്ത് ബൗളിങ്ങിന് നമുക്കൊരാളെ അത്യാവശ്യമാണ്. അതൊരു സ്പെഷ്യലൈസ്ഡ് ഡെത്ത് ബോളറെ തന്നെയാണ് നമുക്ക് ആവശ്യം. കാരണം കഴിഞ്ഞ സീസണിലും നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് അവസാനം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡെത്ത് ബൗളിങ്ങിൽ ചെന്നൈക്ക് നല്ലൊരു ഓപ്ഷനെ കണ്ടെത്തിയേ പറ്റൂ. പിന്നെ ഒരു ഇമ്പാക്റ്റ് എബിലിറ്റിയുള്ള ഇന്ത്യൻ ടാലൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മിനി ഓപ്ഷനിലുള്ള ചെന്നൈക്ക് ഉള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. CSK ഈ ഒരു മിനി ഓപ്ഷനിലേക്ക് എൻറ്റർ ചെയ്തത് 43.40 കോടി ബഡ്ജറ്റുമായിട്ടാണ്. 9 സ്ലോട്ടായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 4 ഓവർസീസ് പ്ലെയേഴ്സിനെ ആവശ്യമായിരുന്നു. ഈ ഒരു ഓപ്ഷൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയണില്ല. കാരണം ആസ് എ ഫാൻ എനിക്ക് അത്രയ്ക്ക് തൃപ്തി തരാത്തൊരു ഓപ്ഷൻ കൂടിയായിരുന്നു. കുറച്ചേറെ നിരാശ ഉണ്ടാക്കിയ ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ്റെ റിവ്യൂ പറയണില്ല. നിലവിലുള്ള സ്ക്വാഡ്, ആ സ്ക്വാഡിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ, ഈ ഒരു സ്ക്വാഡ് കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 11 ഏതാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെന്നൈ വാങ്ങിയതെന്ന് പറയുന്നത് അഖിൽ ഹുസൈനെ ആയിരുന്നു. ബേസ് പ്രൈസിൽ 2 കോടി രൂപയ്ക്കായിരുന്നു അഖിൽ ഹുസൈനെ വാങ്ങിയത്. അതിനുശേഷം ചെന്നൈ വാങ്ങിയത് പ്രശാന്ത് വീറിനെയാണ്. അത് വളരെ വലിയൊരു ബിഡാണ് അതിനുവേണ്ടി നടന്നത്. 14.20 കോടി കൊടുത്ത് ചെന്നൈ നോട്ടമിട്ട ചെന്നൈക്ക് ആവശ്യമായ ഒരു പ്ലെയർ ആയിരുന്നു. കാരണം ജഡേജയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പ്രശാന്ത് വീറിനെ കൊണ്ടുവന്നത്. ആക്ച്വലി അഖിൽ ഹുസൈനെ കൊണ്ടുവന്നതും സെയിം സ്പോട്ടിലേക്ക് തന്നെയാണ്. പക്ഷേ ഒരു ഇന്ത്യൻ പ്രിഫറൻസ് എന്നും ഒരു ഫ്യൂച്ചർ എന്ന് നോക്കുമ്പോൾ പ്രശാന്ത് വീർ ഒരു നല്ലൊരു ഓപ്ഷനാണ്, ഒരു ബെറ്റർ ഓപ്ഷനാണ്. ചെന്നൈ കൊണ്ടുവരും എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ഇത്രയും ഒരു എമൗണ്ട് വന്നത് അതുമാത്രമാണ് ഒരു ഇത് വന്നത്. പക്ഷേ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നോക്കുമ്പോഴും ഈ ഒരു ഫോമും എല്ലാം നോക്കുമ്പോൾ പ്രശാന്ത് വീർ ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരുന്നു. പിന്നീട് ചെന്നൈ വാങ്ങിയത് കാർത്തിക് ശർമ്മയായിരുന്നു. ഇവിടെയാണ് ചെന്നൈ കാണിച്ചൊരു വലിയൊരു ബ്ലണ്ടർ എന്ന് പറഞ്ഞത്. കാരണം CSKയ്ക്ക് വേണ്ട പ്ലെയേഴ്സിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആ ഒരു ബിഡ് ഹൈ ലെവലിൽ എത്തിക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്ത് SRH ആണ് CSKയ്ക്ക് നല്ല പണി ഓപ്ഷനിൽ കൊടുത്തത്. പ്രശാന്ത് വീർ തന്നെ അത്രയും ഒരു എമൗണ്ടിൽ കൊണ്ടെത്തിച്ചത് SRH ആണ്. അതിനുശേഷം കാർത്തിക് ശർമ്മയെ കൂടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർത്തിക് ശർമ്മയൊക്കെ CSKയുടെ ആ ഒരു സ്കൗട്ടിലുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. ഉറപ്പായിട്ടും എടുക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഒരു 5 കോടിക്കുള്ളിലായിരുന്നു കാർത്തിക് ശർമ്മയൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ 10 കോടിക്ക് മുകളിൽ പോയപ്പോൾ തന്നെ SRH കൃത്യമായി ചെന്നൈയുടെ പേഴ്സ് കാലിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. എന്നിട്ടും കാർത്തിക് ശർമ്മയെ വേണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് അതൊരു 14.20 കോടിയിൽ എത്തിച്ചിട്ടാണ് കാർത്തിക് ശർമ്മയും സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 28.40 കോടിയോളം ചെന്നൈയുടെ പേഴ്സിൽ നിന്ന് ഈ ഒരു 2 പ്ലെയേഴ്സിനെ വാങ്ങിയപ്പോൾ തന്നെ തീർന്നു. ബ്ലണ്ടർ ഈ 2 പേരെയും ഇത്രയും എമൗണ്ട് കൊടുത്ത് ഒരുമിച്ച് വാങ്ങിയതുകൊണ്ടാണ്. കാരണം 2 പേർക്കും പ്ലേയിങ് 11-ൽ സാധ്യതയുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നുള്ളൂ. ഇത് ചെന്നൈയുടെ പേഴ്സ് തീർക്കുക എന്നുള്ളത് SRHൻ്റെ ഒരു മോട്ടീവ് ആയതുകൊണ്ട് ആ കറക്റ്റ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്ത് കാർത്തിക് ശർമ്മയെ അതേ എമൗണ്ടിൽ കൊണ്ടെത്തിച്ചു. അപ്പം അതിനുശേഷം മാത്യു ഷോട്ടിനെയാണ് വാങ്ങിയത് 1.50 കോടി കൊടുത്ത്. അമൻ ഖാനെ 40 ലക്ഷം കൊടുത്ത്. സർഫറാസ് ഖാനെ 75 ലക്ഷം കൊടുത്തൊരു നല്ല ബൈ ആണ്. മാറ്റ് ഹെൻറിയെ 2 കോടി കൊടുത്ത് വാങ്ങി. രാഹുൽ ചാറിനെ 5.20 കോടി കൊടുത്ത് വീണ്ടും ഒരു ബ്ലണ്ടറാണ്. കാരണം രാഹുൽ ചാറിനെയൊക്കെ ഫസ്റ്റ് തന്നെ വാങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് അൺസോൾഡ് ആയ പ്ലെയറാണ്. ആദ്യം തന്നെ വാങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബിഡ് ചെല്ലില്ലായിരുന്നു. രവി ബിഷ്ണോയെ ഒഴിവാക്കിയിട്ട് പകരമാണ് രാഹുൽ ചാറിനെ വാങ്ങിയത്. പക്ഷേ രാഹുൽ ചാറിന്
ചെപ്പോക്കിൽ നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷേ തീർച്ചയായും ഈ ഒരു എമൗണ്ടിലേക്ക് എത്തില്ലായിരുന്നു ആദ്യം തന്നെ വാങ്ങിയിരുന്നെങ്കിൽ. പിന്നെ സാക് ഫോക്സിനെ 75 ലക്ഷം. പക്ഷേ ഈ ഒരു പ്ലെയർ സാക് ഫോക്സ് എല്ലാവരും നോക്കി വെച്ചു. ഈ ഒരു പ്ലെയറിനെ അധികം ആരും ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താണെന്ന് ഇതുവരെ പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ പ്ലേയിങ് 11 സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും പ്ലെയേഴ്സിനെയാണ് ചെന്നൈ ഈ ഒരു മിനി ഓപ്ഷനിലേക്ക് ടീമിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത്രയും പ്ലെയറിനെയും കൂടെ വന്നപ്പോൾ ചെന്നൈയുടെ ടോട്ടൽ സ്ക്വാഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിലവിലുള്ള ചെന്നൈയുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് ഋതുരാജ് ഗൈക്വാഡ്, മഹേന്ദ്ര സിംഗ് ധോണി, സഞ്ജു സാംസൺ, ശിവം ഡൂബെ, ഡിവാഡ് ബ്രേവിസ്, ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ, നൂർ അഹമ്മദ്, നതാൻ എല്ലീസ്, ഖലീൽ അഹമ്മദ്, മുകേഷ് ചൗധരി, ശ്രേയസ് ഗോപാൽ, ജെമി ഓവർട്ടൺ, അൻഷുൽ കമ്പോജ്, ഗുർജപ്നീത് സിംഗ്, രാമകൃഷ്ണ ഘോഷ്, പിന്നെ ഈ ഒരു മിനി ഓപ്ഷനിൽ വാങ്ങിയ പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ, രാഹുൽ ചഹർ, അക്കീൽ ഹുസൈൻ, മാറ്റ് ഹെൻറി, മാത്യു ഷോട്ട്, സർഫറാസ് ഖാൻ, സാക് ഫോക്സ്, അമൻ ഖാൻ. ഇതാണ് ചെന്നൈയുടെ നിലവിലുള്ള സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പ്ലേയേഴ്സിനെ ചെന്നൈ നിലവിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്കൊരു നല്ല കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിലവിലത്തെ ഈ ഒരു ടീം എന്ന് പറയുന്നത് യങ് ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മാത്രമാണ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു കാണുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് നേരെ വിപരീതമാണ് ഇപ്പോൾ കാണുന്ന ടീം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടീം കൊണ്ട് അവർ സിമ്പിളായിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കോർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് 1-2 സീസണിന് വേണ്ടിയിട്ടല്ല, മിനിമം ഒരു 5 സീസണിലേക്ക് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ടീമിനെ അവർ ഇപ്പോഴേ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നിലവിലുള്ള ഈ ഒരു സ്ക്വാഡിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് 11, കാരണം എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റിലും സ്ട്രോങ് ആയിട്ട് ഒരു ഫ്യൂച്ചറും കൂടെ നോക്കിയിട്ട് ബെസ്റ്റ് 11 നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്ലേയിങ് 11 കൊണ്ട് നമ്മൾ പ്ലേ ഓഫിലേക്ക് കടക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്ലേ ഓഫിൽ കടക്കാനുള്ള നല്ലൊരു ടീം തന്നെ നമുക്കുണ്ട്. ബോളിങ്ങിൽ മറ്റുള്ള ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കാണെന്ന് ഒഴിച്ചാൽ നമ്മുടെ ടീം അത്രയ്ക്ക് മോശമൊന്നുമല്ല. നമുക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ഒരു ബെസ്റ്റ് ടീം തന്നെ നമുക്ക് നിലവിലുണ്ട്. നമ്മുടെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് എത്ര വലിയ സ്കോർ ആണെങ്കിലും അത് ചേസ് ചെയ്യാനുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് നമുക്കുണ്ട്. അതല്ല, നമ്മൾ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തിട്ട് അവരെ ചേസിന് വിട്ട് എറിഞ്ഞിടാനുള്ള ഒരു ബോളർ ലിസ്റ്റ് നമുക്കുണ്ട്. നമ്മുടെ ഡെത്ത് ഓവർ മാത്രമാണ് കുറച്ച് വീക്കായിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് നല്ലൊരു സ്കോറിലൂടെ തന്നെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ പ്ലേയിങ് 11 വെച്ച് നോക്കിയാൽ നമുക്ക് നല്ലൊരു മികച്ച സ്ക്വാഡ് തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതവരെ പ്രഷറിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് നല്ലൊരു സീസൺ ഇത്തവണ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലേയിങ് 11ലേക്ക് വന്നാൽ സഞ്ജു സാംസണും ആയുഷ് മാത്രമാണ് നമ്മുടെ ഓപ്പണിംഗ് പെയറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1 ഡൗൺ ആയിട്ട് ഋതുരാജ് ഗെയ്ക്വാഡും പിന്നെ ഡേവിഡ് ബ്രേവിസ്, ശിവം ഡൂബെ. അങ്ങനെ നമ്മുടെ ടോപ്പ് 5 എന്ന് പറയുന്ന ഒരു സെറ്റാണ്. കാരണം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് 5 ആണ് നമുക്കുള്ളത്. പിന്നീടുള്ള സ്പോട്ടുകളായിരുന്നു നമുക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ. അതിലേക്ക് ആര് വരുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ഈ ഓപ്ഷനിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ലിയാം ലിവിങ്സ്റ്റണോ അല്ലെങ്കിൽ ഡേവിഡ് മില്ലറോ അല്ലെങ്കിൽ ക്യാമറൂൺ ഗ്രീനോ, അങ്ങനെ നമ്മൾ കുറേ പേരുകൾ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ എല്ലാവരെയും വളരെയധികം സർപ്രൈസ് ആക്കിക്കൊണ്ട് ചെന്നൈ തീരുമാനിച്ചത് ആ സ്പോട്ടിലേക്ക് കാർത്തിക് ശർമ്മയും അതുപോലെ തന്നെ പ്രശാന്ത് വീറിനെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ധോണിക്ക് ശേഷം എന്താണെങ്കിലും ഇവർ ടീമിൽ വരാനുള്ള സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ നമ്മുടെ 11ലും ഇവരെ തന്നെയാണ് ഉൾക്കൊള്ളിച്ചത്. അതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട്, അതും പറയാം. അപ്പം നമ്മുടെ സ്പോട്ടിൽ 6ാം സ്ഥാനത്ത് കാർത്തിക് ശർമ്മ, 7ാം സ്ഥാനത്ത് പ്രശാന്ത് വീർ, പിന്നെ 8ാം സ്ഥാനത്തായിരിക്കും മഹേന്ദ്ര സിംഗ് ധോണി വരാൻ പോകുന്നത്. മേ ബി കുറച്ച് റൂമറുകൾ ഇപ്പോൾ വരുന്നുണ്ട്, ധോണി മേ ബി കളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് കൺഫേം അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ധോണി ഇല്ലാത്തൊരു 11 നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും ധോണിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, നതാൻ എല്ലീസ്. പിന്നീട് വരുന്ന ഇമ്പാക്റ്റ് പ്ലെയർ, ഇതിപ്പോൾ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറിനെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് 12th സ്പോട്ടിലേക്ക് നമുക്ക് അൻഷുൽ കമ്പോജിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, മാറ്റ് ഹെൻറിയെ ആഡ് ചെയ്യാം. അതല്ല ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ തന്നെ, അല്ല ഒരു ബോളിംഗ് ഓൾറൗണ്ടറെ തന്നെ വേണമെങ്കിൽ ജെമി ഓവർട്ടനെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി ഇൻ കേസ് ഇനി ഒരു സ്പിന്നറെ ആയിരുന്നു നമുക്ക് ആവശ്യമെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച്
നമുക്ക് വേണമെങ്കിൽ അഖിൽ ഹുസൈനെ നമുക്കതിലേക്ക് ഇറക്കാൻ പറ്റും. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു 11 ഇതിനകത്ത് ആകെയുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ 6ഉം 7ഉം സ്പോട്ടിലേക്ക് വരാൻ പോകുന്നത് IPL എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയർ എന്ന സ്ഥിതിക്ക് ആ ഒരു സ്പോട്ടിലാണ് കുറച്ചുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ നമുക്ക് ആക്ച്വലി നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് 5 സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ 6ഉം 7ഉം അധികം അങ്ങനെ പരീക്ഷിക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻ അവർക്ക് വരാൻ സാധ്യതയില്ല. നമ്മുടെ ടോപ്പ് 5ൽ ഒരു 2 പ്ലെയർ സ്ട്രോങ് ആയിട്ട് നിന്നാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് പോകാൻ പറ്റും. പിന്നീട് വന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവരെ സംബന്ധിച്ച് വരുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒരു ലാസ്റ്റൊക്കെ ഓവർ ആകുമ്പോഴാണ് ഇവരുടെ ആവശ്യം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ ധോണി മാത്രമേ ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇവരിറങ്ങാനും പോണില്ല. അപ്പം ഇവർക്ക് അധികം പ്രഷർ എന്തായാലും ഇവർക്ക് വരാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലേയിങ് 11 അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആണ്. ഈ ഒരു ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പ്ലേ ഓഫിലേക്ക് കളിക്കാനുള്ള ഒരു മികച്ച സ്ക്വാഡ് തന്നെ നമുക്കിതിലുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വാഡിൽ നമുക്ക് മനസ്സിലാവുന്നത് ഉറുവിൽ പട്ടേലിന് ഇനി സ്ഥാനം കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഇതാണ് ടീം. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ബെസ്റ്റ് 11 നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ പറയുക. മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.